ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. സ്വർഗീയ പിതാവിൻ്റെ പരിശുദ്ധമായ സ്നേഹ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്ന നല്ല മക്കളായി തിരുസന്നിധിയിൽ വ്യാപരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അവിടുത്തെ പ്രിയപുത്രനും നമ്മുടെ രക്ഷകനുമായ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ അനുഭവം അനുദിന ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കുവാനും അത് വളരുവാനും സാധിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സംരക്ഷണം, നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവീകമായ വരപ്രസാദത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമുക്കെന്നും സഹായമായി തീരട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പ്രകാരം ദൈവത്തിന് ഇഷ്ടത്തിന് വിധേയപ്പെട്ടുവോ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ അമ്മയുടെ സഹായം ചോദിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം തിരുവചനം ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരും ഇത് ശ്രവിക്കുന്നവർ നിങ്ങൾ എവിടെയാണെങ്കിലും ദൈവാത്മാവിനാൽ നിറയപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും പരിശുദ്ധ അമ്മയുടെ സഹായം ചോദിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ട റാണി മരിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊലോസ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യത്തിൽ കുറിച്ചിട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്: ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. അതുപോലെ തന്നെ 3-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ആ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ആ സാന്നിധ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സ്നേഹത്തോടെ ആദരവോടെ ആശംസിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവെ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഈശോയുടെ പ്രാർത്ഥന കണ്ടപ്പോഴാണ്, ഈശോ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോഴാണ് ശിഷ്യന്മാർക്കും അങ്ങനൊരു കാര്യം ഓർമ്മയിൽ വന്നത്. ഇപ്പം നമ്മുടെ ചില പ്രവൃത്തികളും നമ്മുടെ ചില ചെയ്തികളും നമ്മുടെ ചില കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് മറ്റു പലർക്കും അതിനെക്കുറിച്ച് ഓർമ്മ വരുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും നമ്മുടെ ആ പ്രാർത്ഥന കണ്ട് അതിനോട് താല്പര്യം തോന്നുകയും പ്രാർത്ഥിക്കാൻ അവർക്ക് പ്രേരണയുണ്ടാകുകയും പ്രചോദനമുണ്ടാകുകയും ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ പ്രാർത്ഥന മുടങ്ങാൻ പാടില്ലെന്ന് എൻ്റെ അഭിപ്രായം. മറ്റെല്ലാവരും സഹകരിക്കുന്നുണ്ടോ, മറ്റെല്ലാവരും വരുന്നുണ്ടോ എന്ന് നമ്മൾ അത്രമാത്രം ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഒരാളെങ്കിൽ ഒരാൾ, രണ്ടുപേരെങ്കിൽ രണ്ടുപേര്, എല്ലാവരുമെങ്കിൽ എല്ലാവരും. ചിലരൊക്കെ പറയാറുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ മക്കളൊന്നും സഹകരിക്കുന്നില്ല, ഭർത്താവ് ചിലപ്പം വരുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കും.
ഞാൻ അവരോട് പറയും, കുടുംബ പ്രാർത്ഥന നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങളോടിരുന്ന് പ്രാർത്ഥിച്ചോളൂ. ആ സമയത്ത് എല്ലാവരും വരികയാണ് നല്ലതാണ്, വന്നില്ലെങ്കിൽ നിങ്ങളത് മുടക്കരുത്. അങ്ങനെ ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ നിരന്തരമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. ഒരുപക്ഷെ മുതിർന്നവരുടെ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന കണ്ടാണ് കുഞ്ഞുങ്ങൾ അതിനോട് താല്പര്യം കാണിക്കുന്നത്. ചില കുഞ്ഞുങ്ങളൊക്കെ പള്ളിയിൽ വരുമ്പോൾ, ഇപ്പം അമ്മയോ അപ്പനോ കുർബാന കൊടുക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി അവർ ആ മാതാപിതാക്കന്മാർ മുതിർന്ന് നാക്ക് നീട്ടുമ്പോൾ ഈ കൊച്ചു ഇങ്ങനെ നാക്ക് നീട്ടുന്നത് കാണാറുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് അനുകരിക്കുകയാണ്. അതെത്രമാത്രം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും, പ്രത്യേകിച്ച് പ്രാർത്ഥനാ കാര്യങ്ങളിൽ. അപ്പം അതുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർക്കും, ഒരുപക്ഷെ അവർ മറ്റെന്തെങ്കിലും സംസാരത്തിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലായിരിക്കാം, എങ്കിലും ഈശോയുടെ പ്രാർത്ഥന കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇങ്ങനെ ഞങ്ങളും എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഈശോയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് മനുഷ്യന് പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയാണ്. നാസറത്തിലെ യേശു എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ പുസ്തകത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് മാർപ്പാപ്പ ഒരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ സാരാംശം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവത്തോട് സംസാരിക്കുന്നതും കാതോർക്കുന്നതും അതിൻ്റെ അനിവാര്യ ഭാഗമാണ്. ഇപ്പം ഞാനൊരു മനുഷ്യനാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിൻ്റെ സാരാംശം, അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും അതിൻ്റെ അസ്തിത്വവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിലൊരു മനുഷ്യൻ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേ ആവുകയുള്ളൂ. അപ്പം അങ്ങനെ ആയിരിക്കുന്ന വ്യക്തി ആ ബന്ധത്തെ കുറേയും കൂടെ മനോഹരമാക്കുന്നത്, കുറേയും കൂടെ ഊർജ്ജസ്വലമാക്കുന്നത്, കുറേയും കൂടെ സജീവമാക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. യൂക്കാറ്റിൽ സഭ ഇതിന് സമാനമായ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് മാത്രമല്ല, ക്രിസ്തുവിനോട് അഭേദ്യമായ ബന്ധത്തിലായിരിക്കുക എന്നും കൂടെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പേരുകൊണ്ട് ക്രിസ്ത്യാനി ആയിരിക്കാം, മാമോദീസ കൊണ്ട് ക്രിസ്ത്യാനി ആയിരിക്കാം, സ്ഥലകാലം കൊണ്ട് ക്രിസ്ത്യാനി ആയിരിക്കാം. എന്നാൽ അതിൽ ഒരു പടി കൂടെ കടന്ന് നിരന്തരമായ ഈ അനുഭവത്തിലൂടെ, ക്രിസ്തു അന്വേഷണത്തിലൂടെ യേശുവുമായിട്ടുള്ള സജീവമായ ബന്ധം നമ്മൾ നിലനിർത്തണം. അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, അതാണൊരു വിശ്വാസി എന്ന് പറയുന്നത്. അങ്ങനെ നിലനിർത്താൻ വേണ്ടി ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകമാണ് പ്രാർത്ഥന. ആ സംസാരമാണെന്ന് പറയാറുണ്ട്. ഈ ആൻ്റണി ഡിമല്ലോ എന്ന് പറയുന്ന ആത്മീയനായ ഒരു വ്യക്തി പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, ഞാൻ പറയുന്നു ദൈവം കേൾക്കുന്നു, ദൈവം പറയുന്നു ഞാൻ കേൾക്കുന്നു, ഞാനും ദൈവം സംസാരിക്കുന്നില്ല, ഹൃദയങ്ങൾ സംസാരിക്കുന്നു, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ സാധാരണ ജീവിതത്തിൽ പോലും ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ സംസാരത്തിലൂടെ നമ്മൾ അധികം അടുക്കുന്നത്. അതിപ്പോൾ കുടുംബത്തിലാണെങ്കിൽ പോലും എനിക്കൊന്ന് പല കുടുംബത്തിലും ഈ ബന്ധം ദൃഢമാകാത്തതിൻ്റെ കാരണം സംസാരിക്കാൻ സമയമില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും സംസാരിക്കാൻ സമയമില്ല, മക്കൾക്കും മാതാപിതാക്കൾക്കും സംസാരിക്കാൻ സമയമില്ല, സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കാൻ സമയമില്ല. എല്ലാവരും ഇങ്ങനെ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റുമായിട്ട് ഇങ്ങനെ ഞെക്കിയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ സമയത്ത് പോലും ചില പിള്ളേരെ കണ്ടിട്ടുണ്ട്, ചിരി വരും. ഞാൻ ഹോട്ടലിൽ ചെന്നപ്പോഴാണ്, ഓർഡർ കൊടുത്തിട്ട് അവൻ ഒരു കൈയും കൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റേ കൈയും കൊണ്ട് മൊബൈൽ ഞെക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ പോലും അങ്ങനെയാണ്. ടി വി ഓണാക്കിയിട്ട് പലപ്പോഴും ഭക്ഷണം കഴിക്കുക, സംസാരിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞത് സംസാരത്തിലൂടെ നമ്മുടെ ബന്ധങ്ങൾ കുറേ കൂടെ ബലപ്പെടുന്നുണ്ട്, അടുപ്പങ്ങൾ ആഴപ്പെടുന്നുണ്ട്. അത് ഇല്ലാതെ പോകുമ്പോൾ പിന്നെ ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ അതിൻ്റെ അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള മാർഗമാണ്. അപ്പോൾ ദൈവവുമായിട്ട് എനിക്ക് കൂടുതൽ അടുക്കണമെന്ന്, ദൈവത്തോടെ അടുപ്പം വർദ്ധിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥിക്കും.
നമ്മൾ സമയം ചിലവഴിക്കുന്ന ആലോചിച്ച് നോക്കുക. ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് ഏറ്റവും നല്ല സമയം നമ്മൾ ചിലവഴിക്കേണ്ടത്. ഒരുപക്ഷെ ഈ ഒരു വൈകുന്നേരങ്ങളിലെ പ്രാർത്ഥന വന്നത് അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. പല കാരണങ്ങൾ കാണാം. ഇന്നത്തെ ജോലിയും തിരക്ക് കഴിഞ്ഞ് വിശ്രമത്തിലേക്ക് വരുന്നു, അപ്പോൾ കുറച്ചും ശാന്തമായി സ്വസ്ഥമായി ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടും നല്ല സമയം. ഇനി രാവിലെ തന്നെ പുലരുമ്പോഴുള്ള സമയം പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം. അപ്പോൾ ഏറ്റവും നല്ല സമയം കൊടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടതും ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിക്കാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകർ പറയാറുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, മെയിൻ സബ്ജക്റ്റ്, അതിന് കൂടുതൽ സമയം കൊടുക്കുക, കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ദൈവം നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആണെങ്കിൽ, ദൈവം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് എങ്കിൽ, ആവശ്യമാണ് എങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി കൂടുതൽ പ്രധാനപ്പെട്ട സമയം കൊടുക്കും. പക്ഷെ നമ്മൾ നമ്മുടെ 24 മണിക്കൂർ ഡിവൈഡ് ചെയ്താൽ ദൈവത്തിന് വേണ്ടി അതൊരു പ്രാർത്ഥനയിലൂടെയാണെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കുന്ന സമയം വളരെ കുറവാണ്. TV കാണുന്നതിൻ്റെ പകുതിയുടെ സമയം പോലും നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നില്ല. ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ 3 നേരമോ 4 നേരമോ, ചിലർക്ക് അതിലും കൂടുതൽ നേരം കാണും. ഏതായാലും ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമയം പോലും നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ടോ? ഫോൺ വിളിക്കാൻ ചിലവിടുന്ന സമയത്തിൻ്റെ ഒരല്പഭാവം അത്രയെങ്കിലും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഭക്ഷിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മൊബൈൽ വിളിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, TV കാണുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയാമെന്നല്ലാതെ ദൈവത്തിന് വേണ്ടി ആ ഒരു ബന്ധം ദൃഢമാക്കുവാൻ, ആ ബന്ധം പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് സജീവമാക്കുവാൻ വേണ്ടി പ്രാർത്ഥനയാണ് അതിൻ്റെ മാർഗമെങ്കിൽ ഞാൻ അത്ര സമയം അതിനുവേണ്ടി ചെലവിടുന്നുണ്ട്. പൗലോസ് ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുവിൻ, എപ്പോഴും പ്രാർത്ഥിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എന്നാണ്. കൊളോസ്യ ലേഖനത്തിൻ്റെ 4:2 കൃതജ്ഞതാഭരിതരായി ഉണർന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. എഫേസ്യോസ് 6:18 എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. നമ്മൾ എത്രമാത്രം പ്രാർത്ഥന നിരതരായിട്ടുണ്ട്? അപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം നമുക്കത്ര പ്രാധാന്യമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ആണെങ്കിൽ ഒരുപക്ഷെ അല്പം കൂടെ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ ബന്ധം മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ചെലവിടും. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം? നമുക്കങ്ങനെ കൃത്യമായിട്ട് ഒരു ഫ്രെയിം കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അതിനൊരു ശൈലിയുണ്ട്, ദേവാലയത്തിലായിരിക്കുമ്പോൾ അതിനൊരു ശൈലിയുണ്ട്. അതേ രീതിയിലല്ല നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്. വീട്ടിൽ തന്നെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു പൊതുവായ ഒരു ധാരണയുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ഒരു നിയതമായ ഒരു രൂപം നമുക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും പൊതുവായി ഇരിക്കുമ്പോൾ, കൂട്ടായ്മയിലായിരിക്കുമ്പോൾ അതിന് ചില രീതികളും സമയ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അത് നമ്മൾ സ്വീകരിക്കും. വ്യക്തിപരമായി നമുക്ക് എങ്ങനെ പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല. ഈ ജൂനിപ്പർ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, ഫ്രാൻസിസിൻ്റെ അസീസിയുടെ ആദ്യ ശിഷ്യന്മാരിൽപ്പെട്ട വ്യക്തിയാണ്. ജൂനിപ്പർ ഒരു നാടോടി സംഘത്തിലെ കോമാളി വേഷം കിട്ടിയ വ്യക്തിയാണ്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഫ്രാൻസിസ് പിതാവൊക്കെ ഭയങ്കര തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന ഇവർ കാണുന്നുണ്ട്. ഒരിക്കൽ ഇദ്ദേഹം ചോദിച്ചു, അങ്ങയെപ്പോലെ എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇത് എങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെയൊന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഉടനെ ഫ്രാൻസിസ് ചോദിച്ചു, നീ പണ്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങോട്ട് സഭയിലേക്ക് വരുന്നതിന് മുമ്പ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ കോമാളി വേഷത്തിലായിരുന്നു. ഫ്രാൻസിസ് പറഞ്ഞു, നിനക്കറിയാവുന്ന പോലെ അത് കാണിച്ചുകൊള്ളുക. ഇപ്പോൾ ദേവാലയത്തിൽ എല്ലാവരും പോയി കഴിയുമ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന പ്രാർത്ഥന രീതി ഇങ്ങനെയാണ്. വാതിലൊക്കെ ചാരിയിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഫ്രാൻസിസും കൂടെയുള്ള സഹോദരങ്ങളും വാതിലൂടെ ഒളിഞ്ഞു നോക്കും. ഫ്രാൻസിസ് പറയും, കണ്ടില്ലേ, ഏറ്റവും നല്ല പ്രാർത്ഥന. ഇതിനർത്ഥം നിങ്ങൾ പള്ളിയിൽ പോയി ഇങ്ങനെ കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, വീട്ടിൽ നമ്മുടെ കോമാളിത്തരം കാണിക്കണമെന്നല്ല പറഞ്ഞത്. ഓരോ വ്യക്തിക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തെ ഏത് രീതിയിലാണോ അടുപ്പിക്കാൻ സാധിക്കുക, അതാണ് പ്രാർത്ഥന വ്യക്തിയെ സംബന്ധിച്ച്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു രീതി എനിക്ക് അത്ര എളുപ്പമായിരിക്കണമെന്നില്ല. എൻ്റെ ഒരു പ്രാർത്ഥനാ രീതി നിങ്ങൾക്ക് അത് സൗകര്യപ്രദമായിരിക്കണമെന്നില്ല. ഇപ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അടുപ്പിക്കാനുള്ള പരിശ്രമമാണ്. അതിനുള്ള മാർഗ്ഗം നമ്മൾ ഉപയോഗിക്കാം. ഞാൻ സൂചിപ്പിച്ച പോലെ പൊതുവായ വേദിയിലായിരിക്കുമ്പോൾ അതിന് ചില
രീതിയിലും ക്രമീകരണമുണ്ട് നമ്മൾ ഓർക്കാം. ഇപ്പം നിരന്തരമായി പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹം, നിരന്തരമായി ഈ ദൈവികമായ സമ്പർക്കം പുലർത്തുവാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ എത്ര കൂടുതലായി യേശുവിനെ സ്നേഹിക്കുന്നുവോ അത്ര കൂടുതലായി നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുമെന്ന ചാൾസ് ഡി ഫോക്കൾസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ്. അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് യേശുവിനുള്ള സ്നേഹമാണ് നമ്മൾ കൂടുതൽ കാണിക്കുന്നത്. സ്നേഹമില്ലാതെ പലപ്പോഴും നമുക്കറിയാം നിർബന്ധ ബുദ്ധി കൊണ്ട്. ഈ സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയുടെ രൂപാന്തരീകരണം പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ അത് പറയാറുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൻ്റെ മുഖഭാവം മാറിയെന്ന്. ഞാൻ ചിലപ്പോഴൊക്കെ ആൾക്കാരോട് പറയും, നമ്മുടെ മുഖഭാവം മാറും. എപ്പോഴാണ്? പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ. വീട്ടിൽ പലപ്പോഴും നിങ്ങൾ കുട്ടികളുടെ മുഖഭാവം മാറുന്നത് കണ്ടിട്ടുണ്ട്. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ സമയം വന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ കൊന്ത എല്ലാ സമയമായി വന്ന് പ്രാർത്ഥിച്ച് എന്ന് പറയുമ്പോൾ പലരുടെയും മുഖഭാവം മാറും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റത്തിന് പ്രാർത്ഥന കാരണമാകുന്നുണ്ട്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരമുണ്ട്. ഒരു പ്രാർത്ഥനയും പാഴായി പോയിട്ടില്ല. ഒരു പ്രാർത്ഥനയും മുകളിൽ മേഘങ്ങൾ തട്ടി തിരിച്ചു വന്നിട്ടില്ല. അത് ദൈവം സ്വീകരിക്കുന്നുണ്ട്. ഇനി എപ്പോൾ അതിൻ്റെ ഫലം കിട്ടും? ദൈവത്തിൻ്റെ സമയം. മറ്റൊന്നുള്ളത്, എനിക്ക് തോന്നുന്നു, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട്, ദൈവത്തെ ആരാധിക്കാറുണ്ട്, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാറുണ്ട്, ദൈവത്തിന് സ്തുതികൾ പറയാറുണ്ട്. അതൊരു പ്രാർത്ഥന രീതിയാണ്. നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കാറുമുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല, എൻ്റെ സ്തുതികൾ ദൈവത്തെങ്കിലേക്ക് എത്തിയോ, എൻ്റെ ആരാധന ദൈവം സ്വീകരിച്ചോ, എൻ്റെ നന്ദി പ്രകാശനം ദൈവത്തിൻ്റെ മുമ്പിലെത്തിയോ എന്ന് നമുക്കൊരിക്കലും സംശയം തോന്നിയിട്ടില്ല. നമുക്ക് സംശയം തോന്നിയ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ പോയി? എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് കാണുമോ? എൻ്റെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ എത്തിക്കാണുമോ? അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത്, എനിക്ക് കിട്ടേണ്ടതാണ് ഞാൻ ദൈവത്തിന് മുമ്പിൽ ശരിക്കും എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്തുതിയും സ്തോത്രവും ആരാധനയും മഹത്വപ്പെടുത്തലൊക്കെ അതിൻ്റെ ഒരു മേമ്പൊടിയായിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കണം, ഞാൻ ദൈവത്തെ സമർപ്പിച്ച സ്തുതികൾ ദൈവം സ്വീകരിച്ചിട്ടുണ്ടോ, ഞാൻ ഉയർത്തിയ ഇപ്പോൾ ഈ ആരാധനാ ഗീതത്തെ ദൈവം സ്വീകരിച്ചിട്ടുണ്ടോ, എൻ്റെ കൃതജ്ഞത പ്രകാശത്തെ ദൈവം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരിക്കലും സംശയം തോന്നിയിട്ടില്ല. ഞാൻ ചിന്തിച്ചിട്ടുമില്ല, ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അതങ്ങ് നടത്തി. പക്ഷേ എനിക്ക് ഏറ്റവും ഗൗരവമായ കാര്യം എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടോ എന്നുള്ളതാണ്. കാരണം അത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ആരോ പറഞ്ഞതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ചെയ്യാൻ ദൈവം നമ്മുടെ വേലക്കാരനല്ല. എങ്കിലും ഒരു കാര്യം നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥനയും കേൾക്കാതെ പോയിട്ടില്ല. എത്ര ചെറിയ പ്രാർത്ഥനയാണെങ്കിലും. ചിലപ്പോൾ ഒക്കെ ഞാൻ കരുതാറുണ്ട്, അല്പം ഉറക്കം തൂങ്ങിയോ ക്ഷീണിച്ചോ ഒരു പക്ഷേ അല്പം അലസതയോടെയൊക്കെയുള്ള പ്രാർത്ഥനയായിരിക്കാം. അതിനെ ന്യായീകരിക്കുകയല്ല, എങ്കിലും അത്രയും സമയമെങ്കിലും. ഇപ്പോൾ ചിലരൊക്കെ വന്ന് പറയാം, അച്ഛാ ചെന്ന് ഈ പ്രാർത്ഥിക്കും തന്നെ ഉറക്കം വരികയാണ്. ഞാൻ പറയാം, അത് ശരിയല്ല. എങ്കിൽ തന്നെ നിങ്ങൾ ആ സമയത്ത് അത്രയും സമയം വന്നിരിക്കുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ. കുറച്ച് സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായിട്ടുണ്ടല്ലോ, ഉറക്കവും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. പിന്നെ എത്രമാത്രം തീക്ഷ്ണതയോടെ, എത്രമാത്രം ആഗ്രഹത്തോടെ, എത്രമാത്രം ഉന്മേഷത്തോടെ, ഉണർവോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ശിഷ്യന്മാരും പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക, ശരീരത്തിന് ഉണർവുണ്ടാകട്ടെ. നമുക്ക് തീക്ഷ്ണതയുള്ള കാര്യമാണെങ്കിൽ, പ്രധാനപ്പെട്ടൊരു കാര്യമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഉണർവുണ്ടാകും. പഠിക്കാനിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പഠിക്കുന്നതെങ്കിൽ ഉണർവോടെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ പോലെ അങ്ങ് വായിച്ചു വിടും. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ട് എന്നെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണെങ്കിൽ, ഒരു ചരടാണെങ്കിൽ, അതിലൂടെയാണ് ആ ബന്ധത്തെ ഞാൻ വർദ്ധിപ്പിക്കുന്നതെങ്കിൽ,
അതിലൂടെയാണ് ആ ബന്ധം കൂടുതൽ ആഴപ്പെടുന്നതെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അത് വളരെ തീക്ഷ്ണതയോടെ ചെയ്യേണ്ട ഒന്നാണ്. ഒരുപക്ഷെ മറ്റേതൊരു കാര്യത്തെക്കാളും കൂടുതൽ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ ചെയ്യേണ്ടതാണ് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെ. നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കൂട്ടുകാരോടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയല്ല അധ്യാപകരോടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി അധ്യാപകരോടുള്ള ആ റിലേഷനിലല്ല ഹെഡ് മാസ്റ്ററോടോ അല്ലെങ്കിൽ പ്രധാന അധ്യാപകരോടുള്ള ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സ്ഥാനവും അവരുടെ ആ യോഗ്യതയും അനുസരിച്ച് നമ്മൾ അതിൻ്റെ ബന്ധത്തിന് തലങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ദൈവമെന്ന് പറയുന്ന ആ മഹാസത്യത്തിന് മുമ്പിൽ, ആ മഹാശക്തിക്ക് മുമ്പിൽ, ആ സ്നേഹമുള്ള പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ ബന്ധം ഏറ്റവും നല്ലതായിരിക്കുവാൻ, നമ്മുടെ ബന്ധം ഏറ്റവും മനോഹരമായിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ, പരിശ്രമിക്കാറുണ്ടോ? ആ ബന്ധങ്ങളെ ക്രമീകരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന വഴിയാണ്. ഈ സോറൻ കീർക്കെഗാഡ് എന്ന് പറയുന്ന ഫിലോസഫർ പറയുന്നത്, പ്രാർത്ഥന ദൈവത്തിൽ മാറ്റം വരുത്തുന്നില്ല, എന്നാൽ എന്നിൽ മാറ്റം വരുത്തുന്നു. ഇത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. പ്രാർത്ഥിച്ച എല്ലാ കാര്യം കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ കിട്ടണമെങ്കിൽ ദൈവ ഐക്യത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലായിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും ഒന്നിച്ചു ചേരുകയാണ്, അത് കൃത്യമാണ്. എന്നാൽ ഒട്ടുമിക്കപ്പോഴും ദൈവഹിതപ്രകാരമല്ല ഞാൻ അന്വേഷിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത്, ഞാൻ അപേക്ഷിക്കുന്നത്. എങ്കിൽ ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഒരേ കാര്യം തന്നെയായിരിക്കാം നാളുകളായി വർഷങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുവഴിയായിട്ട് ദൈവത്തിൻ്റെ മനസ്സിൽ മാറ്റമുണ്ടായി നമുക്ക് തരികയല്ല, നമ്മുടെ മനസ്സിലെ മാറ്റം ഉണ്ടാകണ്ടേ. ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിച്ചു മടുത്തു, ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഞാൻ ചോദിച്ചു എത്ര വർഷമായി? 42 വർഷമായി, ഒരു മാറ്റവും കാണുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു ഒരു മാറ്റവും കാണുന്നില്ലേ? കുറച്ച് മാറ്റമുണ്ട്. അപ്പം ഞാൻ ആ സഹോദരി പറഞ്ഞു, ഏതായാലും നിങ്ങൾ 42 വർഷമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അത്രയും വർഷം ജീവിക്കാൻ സാധ്യതയില്ല, എന്നാൽ പിന്നെ മരിക്കുന്നവരെ അങ്ങ് പ്രാർത്ഥിച്ചോളൂ. ഒരു നിയോഗം, ഒരു കാര്യം, ഒന്നെങ്കിൽ ഞാൻ പറയും മരിക്കുന്നവരെ പ്രാർത്ഥിക്കുക, ഇല്ലെങ്കിൽ സാധിച്ച് കിട്ടുന്നവരെ പ്രാർത്ഥിക്കുക. ഏതായാലും നമ്മൾ തുടങ്ങിപ്പോയി. 42 വർഷം ഒരു മനുഷ്യായുസിൻ്റെ നല്ലൊരു ഭാഗമാണ്. അത് മുഴുവൻ നിരന്തരമായി ഒരു പ്രത്യേക നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലം മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തുടങ്ങിയത് നമ്മൾ നിർത്തിവെക്കണ്ട. നമ്മുടെ പ്രാർത്ഥന നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ചോദിച്ചത് അപ്പോൾ തന്നില്ലെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ പ്രത്യാശയാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ കൃഷി ഇറക്കുന്നു, നല്ല വിളവ് നമ്മൾ പ്രത്യാശിക്കുന്നു, നമുക്കൊരു ഗ്യാരണ്ടിയില്ല. കാലാവസ്ഥ നമുക്കൊരു ഗ്യാരണ്ടിയില്ല. ഒരു വ്യക്തി ബിസിനസ് നടത്തുന്നു, എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? വലിയ ലാഭം ഉണ്ടായിരിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ ഒത്തിരി ഇൻവെസ്റ്റ് ചെയ്യുവാൻ, ഒത്തിരി അധ്വാനിക്കുവാൻ, ഒത്തിരി കഷ്ടപ്പെടുവാൻ നമ്മൾ തയ്യാറാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ആ പ്രത്യാശയില്ലാത്തത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കത് ഉറപ്പില്ലാണ്ട് പോകുന്നത്. പിന്നെ പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യമാണ്, ദൈവത്തോടുള്ള ബന്ധത്തെയാണ് നമ്മൾ ഏറ്റവും ഗൗരവമായിട്ട് എടുക്കേണ്ടത്. നമ്മുടെ അസ്തിത്വം അവിടെ തന്നെയാണ്, ആ ബന്ധത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. ആ ബന്ധത്തെ വിശുദ്ധീകരിക്കുന്ന, ആ ബന്ധത്തെ ബലപ്പെടുത്തുന്ന, ആ ബന്ധത്തെ കൂടുതൽ ആഴപ്പെടുത്തുന്നത് പ്രാർത്ഥനയാണ്. അതിൽ സംഭാഷണമുണ്ട്, അതിൽ സംസാരമുണ്ട്, അതിൽ ധ്യാനമുണ്ട്, അതിൽ അനുഭവങ്ങളുണ്ട്, അതിൽ ബോധ്യങ്ങളുണ്ട്, അതിൽ നിശബ്ദതയുണ്ട്. ഇതെല്ലാം ജീവിതത്തിൻ്റെ നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ രീതികളാണ്. ഇന്ന രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണമെന്ന് കൃത്യമായ ഒരാളോട് നമുക്ക് പൊതുവായിട്ട് കർക്കശമായിട്ട് പറയാൻ പറ്റുകയില്ല. ആ വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യട്ടെ. ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്, ഇന്ന രീതി എന്നുള്ളതല്ല, ഇത്ര സമയമൊന്നും കൂടി ഉള്ളതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയോട്, നമുക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു വ്യക്തിയോട് നമ്മൾ കൂടുതൽ സമയം സംഭാഷിക്കുവാൻ, കൂടുതൽ സമയം ആ വ്യക്തിയോട് ചെലവിടുവാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് ഉള്ള നമ്മുടെ ബന്ധത്തിലും നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കിട്ടുക എന്നുള്ളതല്ല, അതെല്ലാം ലഭിച്ചു എന്നുള്ള കണക്കെടുപ്പല്ല പ്രാർത്ഥനയിൽ. ഈ ബന്ധത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? ഈ ബന്ധത്തിലൂടെ ഞാൻ വളരുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം സമയാസമയത്ത് തന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ആത്മീയ ജീവിതമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ വിശ്വാസ ജീവിതമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ വിശുദ്ധമായ ജീവിതമായി നമ്മൾ മനസ്സിലാക്കണം. കാരണം എൻ്റെ ജീവൻ്റെ ആരംഭം, എൻ്റെ ജീവൻ്റെ നിലനിൽപ്പ് ദൈവമാണ്. ആ ബന്ധത്തിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് പലരും പ്രാർത്ഥിക്കുന്നവർ കളിയാക്കും, പുച്ഛിക്കും, അപമാനിക്കും. ചില കുടുംബത്തിലൊക്കെ ഉണ്ട്. ഏതാനും ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ചിലർ ടി വി കാണും, ചിലർ പേപ്പർ വായിക്കും, ചിലർ മൊബൈൽ കൊണ്ട് കളിക്കും. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം ദൈവമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, ദൈവം ഉണ്ടെന്ന് പോലും കരുതുന്നില്ല, പിന്നെ ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നു. പക്ഷെ അപ്പോഴും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പ്രാർത്ഥന കണ്ട് ശിഷ്യന്മാർ ഈശോയെ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്ന ആ ആഗ്രഹം ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക, നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക. നിങ്ങളുടെ പ്രാർത്ഥന ആരിലേക്കോ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ആർക്കൊക്കെയോ പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം ജനിക്കുന്നുണ്ട്. അതുകൊണ്ട് അതും വെറുതെ പോകുന്നില്ല. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മീയ ജീവിതം ബലപ്പെടുകയും അത് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തേക്ക് വരുവാനുള്ള ഒരു എളുപ്പമാർഗമായി തീരുകയും ചെയ്യട്ടെ നമുക്ക് ആഗ്രഹിക്കാം. പ്രാർത്ഥന നമ്മുടെ ജീവിതമായി തീരണം. പ്രാർത്ഥന നമ്മുടെ അനുഭവമായി തീരണം. പ്രാർത്ഥന ഒരു യാഥാർത്ഥ്യമായി തീരണം. അതൊരു അധര വ്യായാമമല്ല എന്ന് നമ്മൾ ഓർക്കാം. ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്, അധരങ്ങൾ കൊണ്ട് നിങ്ങൾ പറയും, ഹൃദയം ദൂരെയാണ്. ജീവിതം വ്യത്യാസപ്പെട്ടാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ആ ജീവിതത്തിലൂടെയാണ് അത് കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും പ്രാർത്ഥനയും പരസ്പര പൂരകങ്ങളാണ് എന്ന് നമുക്ക് ഓർക്കാം. അത് വല്ലാതെ ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ വിമർശിക്കുന്നത്, ഒത്തിരി പ്രാർത്ഥിക്കുന്നു പക്ഷേ ജീവിതത്തിലൊന്നുമില്ല, എന്നും പള്ളിയിൽ പോകുന്നു, ജീവിതം ഇങ്ങനെയാണ്, ഒത്തിരി കൊന്ത ചെല്ലുന്നുണ്ട് പക്ഷേ ഒരു നന്മയുമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഒരു ഭാഗത്ത്, ജീവിതം മറുഭാഗത്തല്ല. പ്രാർത്ഥന ജീവിതം ഒന്നാണ്. കാരണം നമ്മൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ഐക്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. ദൈവത്തോട് ഐക്യപ്പെടുമ്പോൾ ദൈവിക സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ വെളിച്ചമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് കൂടുതൽ സമയം നമ്മൾ അടുത്തിരിക്കുമ്പോൾ, സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ ആ നന്മകളും അല്ലെങ്കിൽ അവരുടെ സ്വാധീനവും നമ്മൾ വർദ്ധിക്കുന്ന പോലെ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ബന്ധത്തിലൂടെ ദൈവിക സ്വാധീനം നമ്മൾ വർദ്ധിക്കുകയാണ്. നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവോന്മുഖരായി തീരുകയാണ്. നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവികരായിട്ട് തീരുകയാണ്. നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകുന്നു, നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകുന്നു, സംസാര രീതിയിൽ മാറ്റമുണ്ടാകുന്നു, പ്രവൃത്തിയിൽ മാറ്റമുണ്ടാകുന്നു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ ജീവിതത്തിലും മാറ്റം വരുത്തുന്നുണ്ട് എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. അതിനുള്ള കൃപ കൂടുതലായി കിട്ടുവാൻ, ഏറ്റവും കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.